കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പിതാവിനെ മകനും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു സാഹചര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആള്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ആയിരുന്നു. പുള്ളി +2 ഒക്കെ കഴിഞ്ഞ് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ജോലിയിലേക്ക് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്ന ഏരിയ മോശമായതുകൊണ്ട് ബസ് കയറി തൊട്ടടുത്ത ഏരിയയിലേക്ക് പോകാനായിട്ട് ബസ് കാത്തു നിൽക്കുന്നതായിരുന്നു സന്ദർഭം. ആ സമയത്ത് കുറച്ച് വിദ്യാർത്ഥികൾ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. അവൻ വന്ന സമയം തൊട്ട് ആ വിദ്യാർത്ഥികളെല്ലാം ഒത്തുചേർന്ന് കുറെ തമാശകളൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ബാഗ് തൂക്കി ആൾക്കാരെ പറ്റിക്കാൻ നടക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശകൾ. കുറെയൊക്കെ കേട്ട് നിന്നിട്ട് അവൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, എന്തിന് പഠിക്കുകയാണ്? അപ്പൊ അവര് പറഞ്ഞു, ഡിഗ്രി സെക്കൻഡ് ഇയർ. ശരിക്കും അവന്റെ അതേ പ്രായം ഒക്കെ തന്നെ ഉള്ളവരായിരുന്നു അത്. അവൻ ഒരുപാട് വിഷമം തോന്നിയിട്ടാണ് ശരിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവൻ ചോദിച്ചു, ഒരു പയ്യനോട് ചോദിച്ചു, നീ ഇട്ടേക്കുന്ന ഈ ഷർട്ട് ആര് വാങ്ങിച്ചു തന്നെയാ? പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചു തന്നെ. പാൻറ്റോ? അതും അച്ഛൻ വാങ്ങിച്ചു തന്ന. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൻ ചോദിച്ചപ്പോഴും ആ പയ്യൻ കൊടുക്കുന്ന മറുപടി, അവന് അവന്റെ അച്ഛനും അമ്മയും അവന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തര് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തതിന്റെ കണക്ക് മാത്രമാണ്. ശരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വരുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആളുകളുടെ വേദന ഒരിക്കലും അറിയാൻ പറ്റില്ല. ശരിക്കും മക്കളെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സൗഭാഗ്യം ചെയ്ത മക്കളാണെന്ന് തന്നെ കരുതുക. ഈ കാലഘട്ടത്തിലും ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സുഖ സൗകര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളും പേറി ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു വലിയ ജനസമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രം തിരിച്ചറിയുക. മക്കളെ, നിങ്ങൾ ഇതുവരെയും കഷ്ടപ്പാടിന്റെ വേദന എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം അത്ര മനോഹരമാണെന്ന് മാത്രം തിരിച്ചറിയുക. ആ ഒരു ജീവിതം നിങ്ങൾക്ക് തന്ന മാതാവിനെയും പിതാവിനെയും ഒരു കാലത്തും വേദനിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.